അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീൻ റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ സഹോദരന്മാരെ, നമുക്കറിയാം ഇത് റബീഉൽ അവ്വൽ മാസമാണ്. അപ്പോൾ വിശ്വാസികൾ മുഴുവൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു മാസം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. റമദാനിലാണെന്ന അഭിപ്രായമുണ്ട്. അത് ചരിത്രം പിന്നോട്ട് കൂട്ടിയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന അഭിപ്രായം. കാരണം റസൂൽ ജനിക്കുമ്പോൾ റസൂലല്ല, അത് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. പിന്നെ പിൽക്കാരക്കാരിങ്ങോട്ട് കൂട്ടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അപ്പൊ ഏതായിരുന്നാലും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം റബീഉൽ അവ്വൽ 12. ആ നിലക്ക് പിന്നെ നമ്മള് മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം 2 പെരുന്നാളുകളെക്കാൾ ആഘോഷപൂർവം ആഘോഷിക്കുന്ന ഒരു ദിവസവും ഒരു മാസവുമാണ് റബീഉൽ അവ്വൽ മാസം. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്നുള്ള നിലക്ക് ആ ദിവസം അല്ലെങ്കിൽ ആ മാസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നു. റസൂലിന്റെ മഹത്വം ലോകം ശ്രദ്ധിക്കുന്ന, റസൂലിന്റെ ജന്മദിനം എന്നുള്ളവർക്ക് ലോകം ശ്രദ്ധിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ആ ദിവസം അത് പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. പ്രവാചകന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുകയും ആളുകൾക്ക് ഭക്ഷണം നൽകുകയും അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ സമൂഹം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ സമൂഹത്തിലെ ഇന്നത്തെ ഒരവസ്ഥ എന്താന്ന് ചോദിച്ചാല്, ആളുകൾക്ക് കൃത്യമായ ഒരു ആദർശ ബോധം ഇല്ല. നേരെ മറിച്ച് അതുപോലെ തന്നെ ഏതെങ്കിലും സംഘടനകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകളും വളരെ കുറവാണ്. ഒരു പൊതു സമൂഹമാണ് ഇന്നത്തെ മുസ്ലിം സമൂഹം. ബഹുഭൂരിപക്ഷവും ഏതെങ്കിലും ഒരു സംഘടനയുടെ കീഴിലോ കൃത്യമായ ഒരു ആദർശത്തിന്റെ കീഴിലോ പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. മുസ്ലിം പൊതുജനം. ഈ പൊതുജനം പൊതുവെ എന്താ അവരുടെ അവസ്ഥ എന്താന്ന് ചോദിച്ചാല്, പൊതുജനത്തിന്റെ അവസ്ഥ ഞങ്ങളെ ഒരു സംഘടനയിലേക്കോ അങ്ങനെ ഒന്നുമില്ല. ചിലപ്പോൾ സുന്നിയുടെ ഭാഗമായിട്ട് അറിയപ്പെടുന്നവരായിരിക്കും, ചിലപ്പോൾ മുജാഹിദിന്റെ ഭാഗമായിട്ട് അറിയപ്പെടുന്നവരായിരിക്കാം, ചിലപ്പോൾ ജമാഅത്തിന്റെ ഭാഗമായിട്ട് അറിയപ്പെടുന്നവരായിരിക്കും. പക്ഷെ എന്തായിരുന്നാലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയൊരു സംഘടനാ പക്ഷപാതിത്വമൊന്നുമില്ല. നല്ലത് എന്ത് കണ്ടാലും ഞങ്ങൾ അംഗീകരിക്കും. അപ്പൊ ഇതൊക്കെ പറഞ്ഞതൊക്കെ നല്ലത് തന്നെയല്ലേ, പിന്നെ എന്തിനാ ആ നന്മ മുടക്കികളാവാൻ നമ്മൾ പോകുന്നത്? ഇതാണ് പൊതുജനത്തിന്റെ ചിന്ത, ഇന്നത്തെ പൊതുജനത്തിന്റെ ചിന്ത. സത്യത്തില് ഈ ഒരു ചിന്തയിലേക്ക് മുസ്ലിം ബഹുജനം എത്തിപ്പെടാനുള്ള കാരണം എന്താണ്? ദീന് എങ്ങനെയായിരിക്കണം, ദീന് അതെങ്ങനെ ലോകാവസാനം വരെ നിലനിൽക്കണം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീന് അതിൽ വല്ല മാറ്റവും വരുത്തിയാൽ ഇസ്ലാമിനുണ്ടാകുന്ന പരിക്കെന്താണ്, നമ്മെ ഓരോ മുസ്ലിമിനെയും മതത്തിൽ വല്ലതും കടത്തിക്കൂട്ടിയാൽ അതുകൊണ്ട് ഓരോ മുസ്ലിമിനുണ്ടാകുന്ന പര്യവസാനം എന്താണ്? ഈ ഒരു ബോധമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ നല്ലത് കാണുന്നതൊക്കെ അംഗീകരിക്കും. നന്മകൾ എന്തിനാ മുടക്കാൻ പോകുന്നത്? കുറെ നല്ല കാര്യങ്ങളല്ലേ റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ ഒരുപാട് സാധുക്കൾക്ക് ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്യുന്നൊരു കാര്യം എന്നിങ്ങനെ ചിന്തിക്കാൻ. അപ്പൊ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഇസ്ലാം എന്ന് പറയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ മതമാണ്. അള്ളാഹു പറഞ്ഞു വഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ. പ്രവാചക തിരുമേനിയോടും ഓരോ മുസ്ലിമിനോടാണ് വഅഖിം വജ്ഹക, നിന്റെ മുഖത്തെ നീ തിരിക്കണം, ലിദ്ദീനി മതത്തിലേക്ക്, ഹനീഫൻ വക്രതയില്ലാതെ, ഫിത്രത്തല്ലാഹ്, അത് അള്ളാഹ് സൃഷ്ടിച്ച പ്രകൃതിയാണ്. അതിലുള്ള വിശ്വാസം, അതിലുള്ള ആചാരങ്ങൾ, അതിലുള്ള അനുഷ്ഠാനങ്ങൾ ഒക്കെ മനുഷ്യനെ ശുദ്ധ പ്രകൃതിയിൽ നിർത്തുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക്
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അവതരിപ്പിച്ചു തന്ന ശുദ്ധ പ്രകൃതി ആയതുകൊണ്ട് റബ്ബ് സ്വീകരിക്കുക ആ ഒരു മതം മാത്രമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാം മാത്രമാണ്. കാരണം അള്ളാഹു സർവജ്ഞനായ പടച്ച തമ്പുരാൻ, എല്ലാം അറിയുന്ന പടച്ച റബ്ബ്, മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ അവസ്ഥകൾ അറിയുന്ന പടച്ച റബ്ബ്, ആ റബ്ബിൽ നിന്ന് ലഭിച്ച വഹീന്റെ അടിസ്ഥാനത്തിലുള്ള മതം ആ റബ്ബിന്റെ അടുക്കൽ അത് മാത്രമേ സ്വീകാര്യാവൂ. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ആ ദീനല്ലാത്തൊരു മതം ഒരാൾ സ്വീകരിച്ചാൽ അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്ത് നഷ്ടക്കാരനായി തീരും. ഇത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന. അപ്പൊ അള്ളാഹുവിന്റെ സന്ദേശം അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് പറയാ, യാ അയ്യുഹർ റസൂൽ, അല്ലയോ പ്രവാചകരെ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, താങ്കളുടെ റബ്ബിൽ നിന്ന് താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് താങ്കൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. എന്താ റസൂലിന്റെ പണി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പണി ഇത് മാത്രം. അള്ളാഹു എന്താണോ എത്തിച്ചു കൊടുക്കുന്നത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. യാ അയ്യുഹർ റസൂൽ, അല്ലയോ ദൂതരെ, സന്ദേശവാഹകരെ, ബല്ലിഗ്, താങ്കൾ എത്തിക്കണം. ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, താങ്കളുടെ റബ്ബിൽ നിന്ന് താങ്കളിലേക്ക് അവതരിക്കപ്പെടുന്നത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ഇതാ റസൂലുള്ളാഹിന്റെ ഡ്യൂട്ടി. റസൂൽ വ്യക്തമായി പറഞ്ഞു, ഇന്ന അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നതല്ലാതെ ഞാൻ പിന്തുടരുന്നില്ല. ഇനി ഇന്നി അഖാഫു ഇൻ അശൈതു റബ്ബി അദാബ യൗമിൻ അളീം, ഞാൻ ആ വഹീനെങ്ങാനും എതിര് പ്രവർത്തിച്ചാൽ റബ്ബിന്റെ അടുക്കൽ നിന്ന് ഗൗരവമേറിയ ഒരു ദിവസത്തിന്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ അത്രക്ക് വ്യക്തമായി യാതൊരു കലർപ്പുമില്ലാതെ അള്ളാഹു പറഞ്ഞു, ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിനൽ അസീസിർ റഹീം. ഒരു ബാത്തിലായ കാര്യം, നിരർത്ഥകമായ കാര്യം അതിന് മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ വരികയില്ല, റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു. അപ്പൊ ഒരു ബാത്തിലായതും വരാത്ത, ഒരു അനാവശ്യമായതും ഇല്ലാതെ റബ്ബിൽ നിന്ന് വളരെ കൃത്യമായി സമ്പൂർണമായ ലഭിച്ച വഹീന്റെ അടിസ്ഥാനത്തിൽ അത് അള്ളാഹ് കൃത്യമായിട്ട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയുന്നില്ല, അദ്ദേഹത്തിന് വഹീ നൽകപ്പെടുന്ന, ആ പ്രവാചക തിരുമേനിക്ക് വഹീ നൽകപ്പെടുന്നതല്ലാതെ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. അപ്പൊ അത്രക്ക് കൃത്യമായിട്ട് ഭദ്രമായിട്ടാണ്, ഒരു നിരർത്ഥകമായ അനാവശ്യമായ കാര്യങ്ങളും കലർപ്പില്ലാതെ അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ലഭിക്കുന്ന വഹീയാണ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് എത്തിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ അത് പിന്നെ അത് അങ്ങനെയല്ല. മുഹമ്മദ് നബി സ്വന്തം ഇഷ്ടപ്രകാരം വല്ലതും കെട്ടിച്ചമച്ച് പറഞ്ഞാൽ, നിങ്ങൾക്ക് സൂറത്തുൽ ഹാഖയിൽ കാണാം, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാബീൽ, എന്റെ പേരിൽ അദ്ദേഹം ആ പ്രവാചക തിരുമേനി എങ്ങാനും വല്ലതും കെട്ടിച്ചമച്ച് പറഞ്ഞാൽ, അല്ല അഖദ്നാ മിൻഹു ബിൽ യമീൻ, അദ്ദേഹത്തെ നാം വലത് ഭാഗം പിടിക്കും, സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, അദ്ദേഹത്തെ ജീവനാടി മുറിച്ചുകൊണ്ട് ഞരമ്പ് പൊട്ടിക്കും എന്നർത്ഥം, ശിക്ഷിക്കുമെന്ന് അള്ളാഹു താക്കീത് നൽകി. അപ്പൊ ഒരിക്കലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തിനനുസരിച്ച് ദീന് പഠിപ്പിക്കാൻ പാടില്ല, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹി മാത്രമാണ്. അങ്ങനെ 23 കൊല്ലക്കാലം കൊണ്ട് സർവശക്തനായ സർവജ്ഞനായ റബ്ബിൽ നിന്ന് വഹിയായി ലഭിച്ച സന്ദേശങ്ങളാണ് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് 23ാമത്തെ കൊല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിനോട് അടുത്ത സമയത്ത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽ യൗം, ഇന്നേ ദിവസം, ഏത് ഹജ്ജത്തുൽ വദാഇന്റെ ദിവസത്തിലാണ് ആയത്ത് ഇറങ്ങുന്നത്. ഇന്നേ ദിവസം അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീന് പൂർത്തിയാക്കിയിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ പൂർത്തീകരിച്ചിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് നാം പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. അങ്ങനെ ഇസ്ലാം സമ്പൂർണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസ കാര്യമോ ഒരു ആചാര കാര്യമോ ഒരു അനുഷ്ഠാനമോ അതിലേക്ക് ചേർക്കേണ്ടതില്ലാത്ത വിധം സമ്പൂർണമാക്കി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് അള്ളാഹ് പറയാം. അള്ളാഹാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്, വേറെ ആരുമല്ല. ദുർബലമായ ഹദീസ് അല്ലത്, അള്ളാന്റെ വാക്ക്, ഖുർആനിലുള്ള വാക്ക്, സൂറത്ത് മാഇദയിലെ 3-ാമത്തെ വചനം. എന്നിട്ട്
ആ റസൂലുള്ള 23 കൊല്ലക്കാലം കൊണ്ട് പഠിപ്പിച്ച ദീന് ലോകാവസാനം വരെ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം റസൂലുള്ളാഹിക്കുണ്ട്. പക്ഷെ അത് നടക്കൂല എന്നുള്ളതും സമൂഹത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നതൊക്കെ റസൂലുള്ള മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം അത് അള്ളാഹു ഒരു വിശ്വാസികൾക്ക് ഒരു പരീക്ഷണം എന്നുള്ളതൊക്കെ നിശ്ചയിച്ചതായിരിക്കാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറയാൻ സമയത്ത് ഒരു ദിവസം പള്ളിയിൽ നിന്ന് ഒരു ഉപദേശം നടത്തി. അതാണ് സഹാബികൾ, ഇർബാദ് ഇബ്നു സാരിയ എന്ന് പറഞ്ഞ സഹാബി പറയാണ്, റസൂലുള്ളാഹിന്റെ ആ ഉപദേശം കേട്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ണുനീര് വന്നുപോയി. എന്നിട്ട് അവസാനം റസൂല് എന്റെ കാലശേഷം ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ ധാരാളം ഭിന്നതകൾ നിങ്ങൾക്ക് കാണാം. ഇത് അള്ളാന്റെ ദീനാണ്, ലോകാവസാനം വരെ ഒരു ഭിന്നതയില്ലാതെ നിലനിൽക്കുമെന്നല്ല പറഞ്ഞത്. ആദർശം കൃത്യമായി മനസ്സിലാക്കേണ്ട ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കി ഫോളോ ചെയ്യാൻ മാത്രം കൃത്യമായി ഖുർആനും ഹദീസും വ്യക്തമായിരിക്കും. എന്നാൽ ജനങ്ങൾ അത് പല നിലക്കുള്ള ഭിന്നിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അലൈക്കും ബി സുന്നത്തി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. എന്നിട്ട് റസൂലുള്ള പ്രയോഗിച്ചൊരു വാക്കുണ്ട്, അണപ്പല്ല് കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം സുന്നത്തിനെ എന്ന്. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണമെന്ന് റസൂലുള്ള പറഞ്ഞ ആ വാക്കിൽ നിന്ന് സമൂഹം എത്രമാത്രം അള്ളാഹുവിന്റെയും റസൂൽ പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അള്ളു അലൈഹാ ബിൻ നവാജി എന്ന് പറഞ്ഞത് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ബദൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദ, ഇസ്ലാം അപരിചിതമായിട്ടാണ് തുടങ്ങിയത്, ആരുമില്ലാതെ അതുപോലെ അപരിചിതമായ ഒരു അവസ്ഥയിലേക്ക് ഇസ്ലാം മടങ്ങുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയും എന്നിട്ട് ആ ദീൻ റസൂൽ പഠിപ്പിച്ച ദീൻ 23 കൊല്ലക്കാലം കൊണ്ട് റസൂലുള്ള പഠിപ്പിച്ച ദീൻ ലോകാവസാനം വരെ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. എന്നിട്ട് ഓരോ വെള്ളിയാഴ്ചയും മിമ്പറിൽ കയറിക്കൊണ്ട് റസൂലുള്ള പറഞ്ഞു, അലാ വ ഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വ കുല്ല ബിദ്അത്തിൻ ളലാല, അറിയുക മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്നതൊക്കെ ബിദ്അത്താകുന്നു, വ കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാകുന്നു. മറ്റൊരു ഹദീസ് വക്കുല്ല വലാലത്തിൻ പിന്നാർ, എല്ലാ വഴികളും നരകത്തിലാകുന്നു എന്നുണ്ട്. അപ്പം ഓരോ വെള്ളിയാഴ്ചയും മിമ്പറിൽ കയറിയിട്ട് ഇതിങ്ങനെ പറയുന്നത് എന്തിനാണ്? അത് ലോകാവസാനം വരെ അങ്ങനെ കൃത്യമായി നിലനിൽക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ പലതും പിന്നീട് ഇങ്ങനെ കടത്തിക്കൂട്ടുന്നില്ലേ ഉണ്ട്. അത് അവരുടേതായ വ്യാഖ്യാനങ്ങളും ന്യായീകരണങ്ങളുമാണ് അതിനുള്ളത്, പ്രമാണങ്ങളുടെ പിൻബലമില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, ഇപ്പോ റസൂലുള്ളാഹിയുടെ ഗുണഗണങ്ങളും വിശേഷണങ്ങളും ജീവിത മാതൃകയും ഒക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഈ ജന്മദിനം എന്നൊരു ദിവസത്തിൽ അത് ഉപയോഗപ്പെടുത്തി എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. പക്ഷെ റസൂലുള്ള പറഞ്ഞൊരു തെറ്റുണ്ട്. എന്താ അറിയോ? ഒരു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, മാ അതാ അലന്നാസി ആമൻ ഇല്ലാ അഹദസു ഫീഹി ബിദ്അ, ജനങ്ങൾ അടുക്കൽ ഓരോ വർഷം വരുമ്പോൾ ജനങ്ങൾ പല ബിദ്അത്തും കടത്തിക്കൂട്ടും. വഅമാതു ഫീഹി സുന്ന, അതുകൊണ്ട് സുന്നത്ത് മരിച്ചു പോകും. എന്നിട്ട് ഹത്താ തഹിയൽ ബിദ്അഉ വതമൂതു സുന്ന, ബിദ്അത്ത് ജീവിക്കുകയും സുന്നത്ത് മരണപ്പെട്ടു പോവുകയും ചെയ്യും. ഇത് കണ്ണും കാതും തുറന്നു വെച്ച് ചിന്തയും ബുദ്ധിയും ഉപയോഗിക്കുന്ന നിങ്ങളോട് ഞാൻ പറയേണ്ടിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഫർളോ സുന്നത്തോ ആയ കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തുന്നതിന് പകരം ഈ മാസം വരുമ്പോ കുറെ കാട്ടിക്കൂട്ടലുകൾ, കുറെ പണം ചെലവാക്കി, കുറെ ഭക്ഷണ സാധനങ്ങൾ നടത്തി, കുറെ റാലി നടത്തി, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് സ്വർഗത്തിൽ പോകും, റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ഇബാദത്ത് എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ഒരു ചിന്തയിലാ സമൂഹമുള്ളത്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ദീന് ഇല്ലാതെയാകും, പകരം ബിദ്അത്ത് സ്ഥാനം പിടിക്കും. ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണാവുന്നതാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തണം എന്ന ചിന്ത, ഇബാദത്ത് കൃത്യമായി നിർവഹിക്കണം എന്ന ചിന്തയോ, പെരുമാറ്റങ്ങളിലും മര്യാദകളിലും ജീവിതത്തിലെ സംസ്കാരത്തിലും ഒക്കെ റസൂലുള്ളാഹിന്റെ മാതൃക സ്വീകരിക്കണമെന്ന ചിന്തയോ ഒന്നുമില്ല. നേരെ മറിച്ച് അതൊന്നും ഇല്ലെന്നും കുഴപ്പമില്ല, നിങ്ങൾ മാസം വരുമ്പോ ആ മൗലിദ് അങ്ങോട്ട് ചെയ്താൽ റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് കൊണ്ട് നിങ്ങൾ അങ്ങ് സ്വർഗത്ത് പോകും എന്ന് പണ്ഡിതന്മാർ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാം. അതാ സഹാബത്ത് പറയുന്നത്, ബിദ്അത്ത് വരുമ്പോ പകരം സുന്നത്ത് അങ്ങ് പോകുന്നു. ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാലോ, നമ്മളൊക്കെ ചെറുപ്പകാലത്ത്, എന്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഈ നബിദിനം എന്ന് പറഞ്ഞാല് അന്ന് മദ്രസയിൽ ഒരു പ്രോഗ്രാം ഉണ്ടാവും. രാവിലെ മദ്രസയിൽ പാട്ടും പ്രസംഗവും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് എന്റെ നാട്ടിലെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, എന്റെ അനുഭവത്തിൽ വെച്ച് മദ്രസയിൽ പഠിക്കുന്ന കാര്യം. അത് കഴിഞ്ഞിട്ട് മദ്രസയുടെ അങ്കണത്തിൽ വെച്ചിട്ട് മഗ്‌രിബിന് ശേഷം ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ ഒരു വയലും ഉണ്ടാവും. ഇതിലപ്പുറം ഒന്നുമില്ലായിരുന്നു.
എന്നാൽ ഇന്ന് അങ്ങനെയാണോ അവസ്ഥ? ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയെയും അതുപോലെ തന്നെ ക്രിസ്തുമസിനെയും ഒക്കെ വെല്ലുന്ന രൂപത്തിൽ, അതിനെയൊക്കെ മറികടക്കുന്ന രൂപത്തിൽ, ശോഭയാത്രയൊക്കെ മറികടക്കുന്ന രൂപത്തിലേക്കായില്ലേ? അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കി, ഇവിടെ സഹാബത്ത് പറഞ്ഞ് നമ്മൾക്കിങ്ങനെ തോന്നുക എന്താ പ്രശ്നം? അന്ന് നമുക്ക് പ്രശ്നം തോന്നിയില്ലായിരുന്നു. അന്ന് നമുക്ക് പ്രശ്നം തോന്നിയില്ല. എന്താ ആ റസൂലുള്ള ജനിച്ച ഒരു ദിവസം റസൂലുള്ളാന്റെ മഹത്വം അങ്ങ് പറഞ്ഞു കൊടുക്കാൻ ഉപയോഗപ്പെടുത്തിയാൽ എന്താ കുഴപ്പമെന്ന് നമ്മൾ അന്ന് ചോദിച്ചിരുന്നു. അതിന്റെ കുഴപ്പം നമ്മൾ കണ്ടു. അത് തന്നെ വിദേഹത്ത് വന്നുള്ള കുഴപ്പം. ഇതുപോലെ തന്നെയാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഖുർആനല്ലേ, ഖുർആൻ പാരായണം ചെയ്യുന്നത് നല്ലതല്ലേ? മരണ വീട്ടിലല്ലേ 3 ദിവസം ഖുർആൻ ഓതിക്കൊണ്ട് നല്ലൊരു ദുആ പാസ്സാക്കിയാൽ ഏറ്റവും നല്ലതല്ലേ? അങ്ങനെ ചിന്തിച്ചു സമൂഹം, അങ്ങനെ പഠിപ്പിച്ചു. അപ്പം ഈ മരണപ്പെട്ടിട്ട് 3 ദിവസം വീട്ടിൽ വെച്ച് ഉസ്താദുമാർ ഉഷാറായിട്ട് ഖുർആൻ ഓതി നല്ല കൂടി എല്ലാവരും കൂടി ഇന്ന് കരഞ്ഞൊരു പ്രാർത്ഥനയും കൂടി പാസ്സാക്കിയാൽ മരണപ്പെട്ട ആൾ അങ്ങ് സ്വർഗത്തിലേക്ക് എത്തി എന്നൊരു ധാരണയിലേക്ക് സമൂഹം എത്തി. അതാ റസൂലുള്ള പഠിപ്പിച്ച സുന്നത്ത് അവിടെ കൃത്യമായി നിലനിർത്താതെ വരുമ്പോ ആ സ്ഥാനം ബിദ്അത്തുകൾ നേടുകയും സുന്നത്തില്ലാതെയാവുകയും ചെയ്യും. ഇത് സഹാബത്ത് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ദോഷം അത് തന്നെയാണ്. ഏത് ബിദ്അത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആദ്യം തുടക്കത്തിൽ നന്മയിലൊക്കെ നല്ലതൊക്കെ തന്നെയായിരിക്കും, പിന്നീട് അതിക്കോലത്തിലേക്ക് മാറുകയും ദീനില്ലാതെ ആവുകയും ചെയ്യും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മള്. പിന്നെ രണ്ടാമത്തെ എന്താന്ന് ചോദിച്ചാല്, മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ചോദിച്ചാല്, നിങ്ങൾ മതത്തിൽ ഒരു നല്ലത് റസൂലുള്ളാന്റെ കാലത്തില്ലാത്ത, സഹാബത്തിന്റെയും താബികളുടെയും കാലത്തൊന്നും ഇല്ലാത്തൊരു കാര്യം നല്ലതല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ ദീനിൽ അംഗീകരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് മുഹമ്മദ് നബി വഞ്ചകനാണ് എന്നാണ്. ഞാൻ പറഞ്ഞ വാക്കല്ല, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ. കാരണം റസൂലുള്ള പറഞ്ഞെന്താ, ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് ദീന് പൂർത്തീകരിച്ചു, അത് അള്ളാന്റെ വഹി മുഖേന പറഞ്ഞതാ, ദീൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. എന്നിട്ട് നമ്മൾ മതത്തിലേക്ക് പുതിയ കൊണ്ടുവരുമ്പം ആ റസൂലുള്ളാഹ്ക്ക് അറിയില്ല എന്നല്ല അർത്ഥം. അതാ മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ, ഇസ്ലാമിൽ ആരെങ്കിലും ഒരു ബിദ്അത്ത് ഉണ്ടാക്കി യറാഹ ഹസനത്ത്, അത് നല്ലതാണെന്ന് അവൻ അഭിപ്രായപ്പെടുന്നുവെങ്കിൽ ഫഖദ് സഅമ, അവൻ വാദിക്കുന്നത് അന്ന മുഹമ്മദൻ ഖാന ഫി റിസാല, മുഹമ്മദ് നബി തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു. കാരണം ഒരു നന്മ നമ്മളിന്ന് പൂർത്തിവെച്ചു, ജന്മദിനം ആഘോഷിക്കേണ്ടതാണ് എന്നൊരു നന്മ അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരാതെ പൂഴ്ത്തിവെച്ചു. അങ്ങനെ പൂഴ്ത്തിവെച്ച വഞ്ചകരാണ് നഊദു ബില്ലാഹ് എന്നാണ്. ഒരു ബിദ്അത്ത് നല്ലതാണ് എന്ന് അഭിപ്രായപ്പെടുന്നവൻ ചെയ്യുന്നത് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ആരാ നമുക്കറിയില്ലേ? മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചിട്ട് 85 വർഷം കഴിഞ്ഞ് ജീവിച്ച മഹാപണ്ഡിതനാണ് ഇമാം. അദ്ദേഹം പറയാണ്, ഒരു മതത്തിലൊരു പുതിയ കാര്യം ഉണ്ടാക്കിയിട്ട് അത് നല്ലതാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ റസൂലുള്ളാഹ് തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു, നിങ്ങൾക്ക് അത് പഠിപ്പിച്ചെന്നില്ല. റസൂല് പിന്നെ പ്രവാചകനായിക്കൊണ്ട് 23 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. പിന്നെ റസൂലിന്റെ സഹാബത്ത് കുറെ കാലം 10-30 കൊല്ലം ഖലീഫമാര് ഭരണം നടത്തിയിട്ടുണ്ട്. ആ കാലത്ത് ആർക്കും അറിയാത്തൊരു നന്മ, അതിനേക്കാൾ മെച്ചപ്പെട്ട ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വം ഉണ്ടായിട്ട് അവരാരും ചെയ്തില്ല എന്നല്ലേ അർത്ഥം? അതിന്റെ അർത്ഥം എന്താണ്? റസൂലുള്ള എത്ര വലിയ നന്മ നമ്മൾ ഇന്ന് പൂർത്തിവെച്ച്. അങ്ങനെയാണല്ലോ ഇപ്പൊ പറയുന്നത്, ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ള ദിവസം, എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. അതിന്റെ അർത്ഥം എന്താ? റസൂലുള്ള വഞ്ചിച്ചു തന്നെയല്ലേ? അതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവാൻ പാടില്ല. റസൂലുള്ള എല്ലാ നന്മയും മാ തറക്തു മിൻ ഷൈഇൻ യുഖർരിബുക്കും ഇലൽ ജന്ന ഇല്ലാ ബഖദ് ഹദ്ദസ്തുക്കും ബിഹി, സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു നന്മയും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാതെ വിട്ടുപോയിട്ടില്ല. അത് റസൂല് പറഞ്ഞതാ. റസൂല് പറഞ്ഞ ഇതിൽ അപ്പുറം എന്താ വേണ്ടി? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ചോദിച്ചാല്, ഈ നല്ലതല്ലേ, സമൂഹത്തിൽ ഗുണമുണ്ടല്ലേ എന്ന് പറഞ്ഞ് ഇനി അതിന്റെ അനന്തരഫലം എന്താ അറിയോ? ഒന്ന്, പിന്നെ അള്ളാഹുവിന്റെ കോപമുണ്ടാകും. കാരണം ദീൻ എന്ന് പറഞ്ഞാല് സമൂഹത്തിന് ഗുണകരമല്ലാത്ത ദോഷകരമായതൊന്നും ദീനിൽ ഉണ്ടാവില്ല. മനുഷ്യരെ സംസ്കരിക്കുകയും നന്നാക്കി തീർക്കുകയും ചെയ്യുന്നതല്ലാത്തതൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങൾ ഒരു ഉത്സവ സ്ഥലത്ത് പോയി നോക്കി, ഒരാഴ്ച ഉത്സവം നടത്തിയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മദ്യപാനം നിർത്തുകയും മാതാപിതാക്കളെ ശ്രദ്ധിക്കുകയും അങ്ങനെ നല്ല വ്യക്തിയായി തീരുകയും ചെയ്തൊരു അനുഭവം ഉണ്ടോ? ഇതുപോലെ തന്നെ അവര് ഉത്സവവും പൂരവും റാലിയും നടത്തുന്നത് പോലെ റാലിയും ബഹളവും മാരവവും നടത്തി വരവും നടത്തി റോട്ടിൽ കൂടി തുള്ളിയിട്ട് ഏത് മനുഷ്യനാ സംസ്കരിക്കപ്പെടാൻ പോകുന്നത്? മനുഷ്യൻ സംസ്കരിക്കപ്പെടും. അപ്പൊ മറ്റ് മതസ്ഥരെ പോലെ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മറ്റ് മതസ്ഥരെ പിന്തുടരും എന്ന് പറഞ്ഞ പോലെ തന്നെ പിന്തുടരാണ്. റസൂലുള്ള ഉദ്ദേശിച്ച രൂപത്തിൽ ഇവിടെ സംസ്കരിക്കപ്പെടുന്നില്ല. കള്ളും കുടിച്ചും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചൊക്കെ തന്നെയാണ് തുള്ളുന്നത്. അപ്പൊ അവിടെ പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ സംസ്കരണം നടക്കില്ല. അപ്പൊ മനുഷ്യനെ സംസ്കരിക്കുന്നതല്ലാത്ത ഒരു കർമ്മവും അള്ളാഹുവിന്റെ ദീനിൽ ഉണ്ടാവില്ല. കാരണം അത് പഠിപ്പിച്ചത് പടച്ച റബ്ബാണ്. മനുഷ്യനെ വഴികേടിലാക്കുന്ന, മനുഷ്യനെ സംസ്കരിക്കാത്ത, മനുഷ്യന് മാനസികമായി ഗുണം ചെയ്യാത്ത, ശാരീരികമായി അവനെ നന്നാക്കി തീർക്കാത്ത, ഗുണം ചെയ്യാത്ത ഒരു ഇബാദത്തും ഇസ്ലാമിൽ ഉണ്ടാവില്ല.
കാരണം ഇത് അള്ളാന്റെ ദീനാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് പിന്നെ മതത്തിൽ അള്ളാഹുവിന്റെ കോപം ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നെ മൻ അഹദഥ ഫീഹാ ഹദസൻ, ആ ദീനിൽ ആരെങ്കിലും ഒരു പുതുതായി ഉണ്ടാക്കിയാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ ഒരു പുതുതായി ഉണ്ടാക്കിയവൻ അഭയം നൽകിയാൽ, അല്ലെങ്കിൽ അവന് സംരക്ഷണം നൽകിയാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകും, വൽ മലായികത്തി വന്നാസി അജ്മഈൻ, മലക്കുകളുടെയും അതുപോലെ തന്നെ മനുഷ്യരുടെയും ശാപം, വിശ്വാസികളുടെയും ശാപമുണ്ടാകും അവരുടെ മേൽ എന്ന്. അപ്പൊ മതത്തിൽ പുതുതായി ഉണ്ടാക്കിയാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അള്ളാന്റെ കോപം, അള്ളാന്റെ ഇഷ്ടം കിട്ടണ എന്താ ചെയ്യേണ്ടത് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലപ്പുറം വേണോ നമുക്ക്? ഖുർആൻ പറഞ്ഞതിൽ അപ്പുറം എന്തിനാ നമുക്ക്? ഖുൽ, നബിയെ പറയുക, ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരണം. ഞാൻ എന്തൊക്കെ വിശ്വാസം പഠിപ്പിച്ചോ, ഞാൻ എന്തൊക്കെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പഠിപ്പിച്ചോ അത് നിങ്ങൾ പിന്തുടരണം. ആരാ പറഞ്ഞ? അള്ളാഹു പ്രവാചക തിരുമേനിയെ കുറിച്ച് പറയാം. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പൊ അള്ളാന്റെ ഇഷ്ടം നമുക്ക് നേടണോ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം നമുക്ക് നേടണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചേടത്ത് നിൽക്കണം. നമ്മൾ നല്ലതും പറഞ്ഞ് കുറെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. റസൂലുള്ള എന്ത് പഠിപ്പിച്ചോ, എങ്ങനെ പഠിപ്പിച്ചോ, ആ പഠിപ്പിച്ചേടത്ത് നിൽക്കുന്നവരെയാണ് അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആലോചിച്ച് നോക്കുക. നമുക്ക് അന്നം ദാനം ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്, ഏത് സമയത്തും കൊടുക്കാം. ഏത് ദീനിലൊരു ആചാരം എന്നുള്ള നിലക്കല്ലാതെ ഏത് സമയത്തും നിങ്ങൾക്ക് കൊല്ലത്തിലെ 365 ദിവസവും നിങ്ങൾക്ക് സാധുക്കൾക്ക് ഭക്ഷണം നൽകാം. കൊല്ലത്തിലെ 365 ദിവസവും നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ മഹത്വം ജനങ്ങളോട് പറയാം. പക്ഷെ ദീനിലൊരു ആചാരം ഉണ്ടാക്കിക്കൊണ്ടാവാൻ പാടില്ല. മതത്തിൽ ഒരു പുണ്യകർമ്മം എന്ന് പറഞ്ഞ് ഒന്നുണ്ടാക്കിക്കൊണ്ടാവാൻ പാടില്ല. അപ്പൊ രണ്ടാമത്തത് അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും വിധേയമാകും. പിന്നെ മതത്തിൽ ദീനിൽ ഭിന്നത ഉണ്ടാവുന്ന, ഖുർആൻ പറഞ്ഞു അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാ വ്യക്തമായ വക്രതയില്ലാത്ത മുസ്തഖീമായ മാർഗം ഇതാണ്. ഫത്തബിഊഹു, ആ മാർഗത്തെ നിങ്ങൾ പിന്തുടരുക. വലാ തത്തബിഉ സുബൽ, അതല്ലാത്ത മറ്റു മാർഗത്തെ, ഞാൻ പഠിപ്പിച്ചു തരുന്ന മുസ്തഖീമായ മാർഗം ഇതാ, ആ മാർഗമാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. അതല്ലാത്ത മാർഗം നിങ്ങൾ പിന്തുടർന്നാൽ ഫതഫറഖ ബികും അൻ സബീലി, നിങ്ങൾ ഭിന്നിച്ച് പോകും, അള്ളാഹുവിന്റെ ചിന്ന ഭിന്നമായി പോകും അള്ളാഹിന്റെ ദീനിൽ നിന്ന്. അപ്പൊ ഒരുപാട് ഭിന്നതകൾ വരും. റസൂലുള്ള പഠിപ്പിച്ചെടുത്ത് നിൽക്കുക. അതുപോലെ തന്നെ പിന്നെ പിശാചിന് മറ്റ് തിന്മകളെക്കാൾ ഇഷ്ടം മനുഷ്യർ വിധേയത്ത് ചെയ്യുന്നതാണ്. കാരണം എന്താ വെച്ചാല് പിശാച് ഒന്ന് പിന്നെ നല്ലതാക്കി കാണിച്ചു കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങൾ. അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫയറാഹു ഹസനാ, പിശാച് ഒരു കാര്യം നല്ലതാക്കി തോന്നിപ്പിച്ചു കൊടുത്താൽ അവരത് നല്ലതായി കാണും. അങ്ങനെ പിശാച് നല്ലതാക്കി തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. പിശാചിന് ഈ വിധേയത്ത് ഏറ്റവും ഇഷ്ടമാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ഒരു മനുഷ്യനെ ഇപ്പം മദ്യപിച്ചു പോയി, അല്ലെങ്കിൽ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിന്മ ചെയ്തു പോയി, അപ്പൊ അവന്റെ മനസ്സിലൊരു മനസാക്ഷിപുറത്ത് ഉണ്ടാവുകയും ഒരു തെറ്റിന്റെ സംഭവിച്ചു മാറണല്ലോ എന്നൊരു ചിന്ത ഉണ്ടാവുകയും ചെയ്യും. നേരെ മറിച്ച് വിധേയത്ത് ചെയ്യുന്നത് എന്താ ചെയ്യുന്നത്? അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ലതായ കാര്യം തന്നെയാണ് അവന്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് അവൻ ഒരിക്കലും തൗബ ചെയ്യൂല. അതുകൊണ്ട് പിശാചിന് ഏറ്റവും ഇഷ്ടം പിന്നെ വിധേയത്ത് ചെയ്യുന്നതാണ് എന്ന്, തിന്മകളെക്കാൾ ഇഷ്ടം വിധേയത്ത് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മള് തിന്മകളിലും ഹറാമിലും അകപ്പെടാൻ പാടില്ല എന്നതിനേക്കാൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് ഷിർക്കിലും വിധേയത്തിൽ അകപ്പെടാൻ പാടില്ല എന്നുള്ളത്. ഹറാമുകളിൽ അകപ്പെടാൻ പാടില്ല, മറ്റ് തിന്മകളിൽ അകപ്പെടാൻ പാടില്ല എന്നതിനേക്കാൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഷിർക്കും ബിദ്അത്തും. അത് സുഫിയാനു സൗരി എന്ന മഹാനായ പണ്ഡിതന്റെ വാക്കാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എത്ര പണവും സമയവും അധ്വാനവും ചെലവഴിച്ചാലും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, പരലോകത്ത് ഒരു തരിമ്പും തൂക്കണ്ടാവില്ല എന്ന് ഖുർആൻ പറയാ. അവർക്ക് നല്ല, അത് സൂറത്ത് അൽ കഹ്ഫിന്റെ അവസാനത്തിൽ ഖുൽ നബിയെ അവരോട് പറയുക, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, ധാരാളം പ്രവർത്തിച്ചിട്ട് നഷ്ടം സംഭവിച്ചു പോയ ആളുകളെ കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ? അല്ലദീന വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ, ചെയ്യുന്നതൊക്കെ നല്ലതല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു. റസൂലുള്ളാഹിന്റെ മാതൃക നോക്കിയില്ല, ഇഖ്ലാസ് ഉണ്ടായില്ല. അവർ റസൂലുള്ളാഹിന്റെ മാതൃക നോക്കുകയും ഇഖ്ലാസ് ഇല്ലാതെയും ചെയ്യുന്ന കർമ്മം എത്ര നല്ല കർമാല്, എത്ര ഉറക്കൊഴിച്ചാലും എത്ര സമ്പത്ത് ചെലവഴിച്ചാലും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, പരലോകത്ത് മീസാനിൽ അതിനൊരു തരുമ്പും തൂക്കണ്ടാവില്ല. അപ്പൊ ദുനിയാവിൽ ഒരുപാട് ബാധിച്ച് മറ്റുള്ളവരൊക്കെ തർക്കിച്ച് തോൽപ്പിച്ച് വാക്ക് സാമർത്ഥ്യം കൊണ്ട് പരാജയപ്പെടുത്തിയ ആളുകളൊക്കെ ഒരുപാട് കർമ്മം ചെയ്ത് നാളെ പരലോകത്തേക്ക് അവർ അങ്ങേയറ്റം വിരല് കടിക്കേണ്ടുന്ന ഒരവസ്ഥയിലാണ് എത്തുക എന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. ഒന്നും ലൈഫായ ഹദീസ് അല്ല,
കൃത്യമായിട്ട് നിങ്ങൾക്ക് സിറാത്തുൽ മുസ്തഖീം, റസൂൽ പറഞ്ഞില്ലേ, ഖുർആൻ പറഞ്ഞില്ലേ, അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. ഇത് കേൾക്കുമ്പോൾ ആയത്തും ഹദീസും വ്യക്തമായിട്ട് പറഞ്ഞത് കേൾക്കുമ്പോൾ മനസ്സിലാവും മുസ്തഖീമായ മാർഗ്ഗം ഇതാണെന്നുള്ളത്. അവിടെ ആൾ എത്ര കുറവുണ്ട്, എത്ര കൂടുതലുണ്ട്, ലോകത്ത് എവിടെയൊക്കെ നബിദിനുണ്ട്, അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ല. നമ്മൾ അള്ളാഹുവിന്റെ ഖുർആനിലുണ്ടോ, സുന്നത്തിലുണ്ടോ, ഇസ്ലാമിക റസൂലും സഹാബത്തും പഠിപ്പിച്ച മാതൃക ഉണ്ടോന്നാ. ലോകത്ത് 99 ആളും തെറ്റിപ്പോയി, നമ്മൾ ഒരാളെ ഉള്ളൂ എന്ന് വിചാരിച്ചോ. എന്നാലും അവിടെ അത് അള്ളു അലൈഹ ബിൻ നവാജ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അള്ളു അലൈഹ ബിൻ നവാജ്, അണപ്പല്ല് കൊണ്ട് സുന്നത്തിനെ കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ വിദഅത്തുകളെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നാളെ പരലോകത്ത് തൗബ സ്വീകരിക്കുകയില്ല എന്നാണ്. വിദഅത്ത് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സ്വാഹിബി ബിദഅത്തിൻ, വിദഅത്ത് ചെയ്യുന്ന എല്ലാവരിൽ നിന്നും അള്ളാഹു തൗബ തടഞ്ഞു വെക്കും. ഹത്താ യദാ ബിദഅത്തഹു, അവന്റെ വിദഅത്തിൽ നിന്ന് അവൻ ഒഴിവാകുന്നത് വരെ. അപ്പൊ നമ്മള് നല്ലതല്ല എന്ന് വിചാരിക്കാൻ പാടില്ല. വിദഅത്താണോ റസൂലുള്ളാഹിയും സഹാബത്തും മാതൃക കാണിക്കാത്ത ഇസ്ലാമിൽ പുതുതായി കടത്തിക്കൂട്ടിയാണോ എങ്കിൽ അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കുന്നവരെ തൗബ സ്വീകരിക്കുകയില്ല എന്ന് അള്ളാഹു എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ആരുടെയെങ്കിലും രൂപം കണ്ടിട്ടോ അവരുടെ ഭക്തി കണ്ടിട്ടോ അതൊന്നല്ല. ഈ ഭക്തിയൊക്കെ ഹൈന്ദവ സന്യാസിമാർക്കും ഭക്തിയുണ്ട്, ക്രൈസ്തവ പണ്ഡിതന്മാർക്കും ഭക്തിയുണ്ട്, അവരുടെ ഒക്കെ ജീവിത മാതൃകയുണ്ട്, നല്ല പ്രസന്നമായ അവസ്ഥ, ഐശ്വര്യപൂർണമായ അവസ്ഥയൊക്കെ അവർക്കൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹിദായത്തിന്റെ മാർഗം മനസ്സിലാക്കുന്നത് ഖുർആനിൽ നിന്നാണ്, ഹദീസിൽ നിന്നാണ്, റസൂലിന്റെയും സഹാബത്തിന്റെയും മാതൃകയിൽ നിന്നാണ്. ആ മാതൃകയിൽ ഒരു കാര്യം നമുക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിൽക്കുക. പിന്നെ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് അങ്ങനെ ആയിക്കൂടെ എന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല. അവൻ തൗബ സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് നരക ശിക്ഷയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഖുർആൻ പറഞ്ഞു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ. വമൻ യുശാഖിഖിർ റസൂല, ആരെങ്കിലും റസൂലുള്ളാഹിക്ക് എതിര് പ്രവർത്തിച്ചാൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ഹിദായത്തിന്റെ മാർഗം ഇന്നതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം അള്ളാഹുവിന്റെ റസൂലിന് എതിരൊരാൾ പ്രവർത്തിച്ചാൽ, നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് നാം തിരിക്കുന്ന. അത് നടക്കുന്ന ഈ തെളിക്കുന്നിടത്തൂടി നടന്നില്ല, പിന്നെ നടക്കുന്നിടത്തൂടി തെളിക്കുന്നു. അതാ പറഞ്ഞു, നുവല്ലിഹി മാ തവല്ല, അവനെ തിരിഞ്ഞിടത്തേക്ക് തിരിച്ചുവിടും. നുസ്ലിഹി ജഹന്നം, നാം അവനെ നരകത്തിൽ കരിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു കൃത്യമായിട്ട് മാർഗം ഏത് ബുദ്ധിയുള്ള മനുഷ്യർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ അള്ളാഹു കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അവനവന്റെ ഇച്ഛക്കനുസരിച്ച്, അവനവന്റെ പ്രാസ്ഥാനിക താല്പര്യത്തിനനുസരിച്ച്, അവനവന്റെ സ്വാർത്ഥതക്കനുസരിച്ച് ആയത്തിനെയും ഹദീസിനെയും ഒക്കെ വ്യാഖ്യാനിച്ച്, പിന്നെ റസൂലുള്ളാഹിക്കും സഹാബത്തിനും മുൻഗാമികൾക്കും പരിചയമില്ലാത്തൊരു കാര്യം അങ്ങനെ പഠിപ്പിച്ച് ദീനായിട്ട് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ദീനിനെ വികൃതമാക്കിയവനാണ്. അത് അള്ളാഹിന്റെ ദീനിന് അവര് വരുത്തുന്നതോളം അതിനേക്കാൾ വലിയ പരിക്ക് വേറെ ആരും വരുത്തുന്നില്ല. കാരണം നോക്കൂ, നിങ്ങൾ അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച അതേ രൂപത്തിൽ വിശ്വാസത്തിലും ആചാരത്തിലും ദീനിൽ നിന്ന് നിലനിൽക്കുകയാണെങ്കിൽ എല്ലാവരും ദീനിലേക്ക് പെട്ടെന്ന് വരികയായിരുന്നു. പക്ഷെ നമ്മള് അവര് പിന്നെ വിഗ്രഹത്തിന് മുമ്പ് പൂജിക്കുന്നു, നമുക്കിവിടെ പച്ച പെയിന്റ് അടിച്ച വിഗ്രഹമുണ്ട്, അപ്പൊ അവരും നമ്മളും സെയിമാണ്, നമ്മളെ വിശ്വാസം അവരെ വിശ്വാസം സെയിമാണ്. ഇങ്ങനെ ചിന്തിക്കാനുള്ള ആൾക്കാർ. നേരെ മറിച്ച് കൃത്യമായ തൗഹീദില്, കൃത്യമായ സുന്നത്തില് മുസ്ലിം സമുദായം നിൽക്കുന്നുവെങ്കിൽ അത് മറ്റുള്ളവരൊക്കെ മാതൃകാവുകയും ആ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. അപ്പൊ ഇസ്ലാമിന് ഈ ശിർക്ക് ചെയ്യുന്ന ആളുകളും വിദഅത്ത് ചെയ്യുന്ന ആളുകളും വരുത്തുന്ന രൂപത്തിലുള്ള പരിക്ക് മറ്റൊന്നുകൊണ്ടും വരാനില്ല നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അള്ളാഹു ശിക്ഷിക്കുമെന്ന് ഖുർആനിൽ താക്കീത് നൽകിയിട്ടുള്ളത്. ഇനി പിന്നെ ഞാൻ അരമണിക്കൂറെ ക്ലാസ് എടുക്കാൻ വിചാരിച്ചു. അതിന് ഒരുപാട് കാര്യം വിശദീകരിക്കാനുണ്ട്. ഒന്ന്, ഈ വിദഅത്തും ശിർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ന്യായീകരണങ്ങളുണ്ട്. ആ ന്യായീകരണം എന്തൊക്കെയാന്ന് ചോദിച്ചാല്, ഒന്ന്, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏത് വിദഅത്ത് ചെയ്യുന്ന ആളുകളും എല്ലാ കാലത്തും ശിർക്ക് ചെയ്യുന്ന ആൾക്കാരും അവരുടെ പ്രവർത്തനങ്ങൾ അവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ആ ന്യായീകരിക്കാൻ എന്ത് പുൽക്കൊടി കാണുന്നുണ്ടോ അതൊക്കെ ഒരു പിടിക്കുകയും ചെയ്യും. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ ഖുർആൻ ക്രോഡീകരിച്ചിട്ടില്ലേ? അപ്പൊ അത് വിദഅത്തല്ലേ? അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് ജമാഅത്തായിട്ട് സംഘടിപ്പിച്ചിട്ടില്ലേ? അത് വിദഅത്തല്ലേ? അതുപോലെ എങ്ങനെ കുറെ കാര്യങ്ങള് നിങ്ങൾ ഖുത്ബ മലയാളത്തിൽ പറയുന്നില്ലേ? അത് വിദഅത്തല്ലേ? ഇങ്ങനെ കുറെ ചോദ്യങ്ങളാ വരിക. അപ്പൊ നമ്മള് അവിടെ പൊതുവെ നമ്മളെ പുതിയ തലമുറ കണ്ടല്ലോ, ഖുത്ബ നിങ്ങൾ മലയാളത്തിലാക്കിയിട്ടില്ലേ? റസൂലുള്ളാഹി ഖുത്ബ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ വിദഅത്തല്ലേ ചെയ്യുന്നത് എന്ന് ചോദ്യം വരുമ്പോ നമ്മളെ തലമുറ ചൂളിപ്പോവാണ്. അതിന് കാരണം കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. ഒന്ന്, അബൂബക്കർ സിദ്ദീഖ് ഖുർആൻ ക്രോഡീകരിച്ചിട്ടില്ല.
ഖുർആൻ ക്രോഡീകരിച്ച റസൂൽ തന്നെയാണ്. ഖുർആൻ റസൂലുള്ള വളരെ കൃത്യമായിട്ട് ഓരോ റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് തുടക്കം മുതൽ അവസാനം വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹിനെ പരിശോധിക്കും. റസൂലുള്ള ലോകത്ത് നിന്ന് വഫാത്താകുന്ന സമയത്ത് 2 പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാം പൂർണ്ണമായി പരിശോധിച്ചിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹിക്ക് വഹി കിട്ടുന്ന ആ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി ഇമാമായിട്ട് ജനങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കും. അപ്പൊ കൃത്യമായിട്ട് അതിന്റെ ക്രമം എങ്ങനെ പഠിക്കണമെന്നും സഹാബത്തിൽ ആയിരക്കണക്കിന് ആളുകൾ വളരെ കൃത്യമായിട്ട് ഫാത്തിഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ ഹിഫ്ളാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് ക്രോഡീകരിച്ച റസൂലുള്ള അല്ല. പിന്നെ എന്താ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതെന്നറിയോ? ഈ ഖുർആൻ പഠിച്ച ഫാത്തിഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ പഠിച്ച സഹാബത്ത് കുറെ മരണപ്പെട്ടു, യമാമ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുത്തു. ഖുർആൻ അവിടെ ഇവിടെയും ചിന്ന ഭിന്നമായിട്ടൊക്കെ ഉള്ളത്, കല്ലിലും തോലിലും മരത്തിലും ഒക്കെ എഴുതി വെച്ചതായിട്ടുള്ളത്. ഖുർആൻ മുഴുവൻ പഠിച്ച റസൂലുള്ള ക്രോഡീകരിച്ച ആ ക്രമത്തിൽ പഠിച്ച ആളുകളൊക്കെ മരണപ്പെട്ടു പോവുകയാണ്, അത് വലിയ അപകടമാവും എന്ന് പറഞ്ഞപ്പോ അതെല്ലാം കൂടി ശേഖരിച്ചൊന്ന് തുന്നിക്കൂട്ടുക ചെയ്ത്. ഒരു സുന്നത്തും അവിടെ മതത്തെ പുതുതായിട്ട് വന്നിട്ടില്ല. ഒരു സുന്നത്തും അവിടെ മതത്തെ പുതുതായിട്ട് വന്നിട്ടില്ല. അത് അവര് ആ തോല് പിന്നെ ഈത്തപ്പനയുടെ ഓലെല്ലാം കൂടി ഓലയിൽ എഴുതിയതെല്ലാം തുന്നിക്കൂട്ടി അത് ചെയ്തതുപോലെ പിന്നീട് അത് പിന്നെ പേപ്പർ വന്നപ്പോൾ നമ്മൾ പേപ്പറിൽ പ്രിന്റ് ചെയ്തു, പിന്നീട് CD വന്നപ്പോൾ നമ്മൾ CD-യിലേക്കാക്കി, പിന്നെ മൊബൈൽ വന്നപ്പോൾ നമ്മൾ മൊബൈലിലേക്കാക്കി. അള്ളാന്റെ ദീനിൽ ഒന്നും കൂടിയിട്ടില്ല. ഭൗതികമായ സൗകര്യം ഉപയോഗപ്പെടുത്തുക ചെയ്ത്. അതിനെക്കുറിച്ചാണ് വിദേഹത്തിന് ഹസനാദ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. ഭൗതികമായ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് ദീനിൽ ഒരു സുന്നത്തോടെ പുതുതായി വരുന്നില്ല. അള്ളാന്റെ ദീനിൽ ഒരു ഇല്ലാത്തൊരു സുന്നത്തും പുതുതായി വരുന്നില്ല. ഒരായത്തും അധികമായിട്ടില്ല, ഒരായത്തും ക്രമം തെറ്റിച്ചിട്ടില്ല. റസൂലുള്ളാഹി പഠിപ്പിച്ചത് എവിടെ ഒന്നും പോയിട്ടില്ല. ഒരു പിന്നെ മതത്തിൽ ഒരു കാര്യവും പുതുതായിട്ട് വന്നിട്ടില്ല. അതുപോലെയാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഖുർആനേക്കാൾ പോരിശായിക്കൊണ്ട് തലയാണമലിങ്ങനെ നിർത്തി വെച്ചിട്ട്, ഖുർആൻ ഓതുമ്പോൾ തലയാണമലിങ്ങനെ നിർത്തി വെച്ചിട്ട് ചന്ദൻ തിരിയൊക്കെ കത്തിച്ച് വെച്ച് അങ്ങനെ റെസ്പെക്ട് ചെയ്ത് ആരും ഓതുന്നുണ്ടോ? ഇല്ല. അതിനേക്കാൾ പോരിശ നൽകിക്കൊണ്ടല്ലേ. അപ്പം ഖുർആനിനേക്കാൾ പോരിശ നൽകിക്കൊണ്ട് ഒരു ഗ്രന്ഥം കൊണ്ടുവന്നിട്ട് അത് പാരായണം ചെയ്യാൻ ന്യായീകരണം എന്ത് പറയാ? നിങ്ങൾ ഓല തുന്നി കൂട്ടിയിട്ടില്ലേ, പിന്നെ CD ആക്കിയിട്ടില്ലേ, പിന്നെ മൊബൈലിലാക്കിയിട്ടില്ല എന്ന് ചോദിക്കുന്നത് ദീനിൽ എന്തെങ്കിലും പുതുതായി വന്നോ? അതുകൊണ്ട് ഇതുപോലെ വന്നോ? ഇല്ല. അതാ ഖുർആൻ അവിടെ പറയാം, സ്വന്തം കൈകൊണ്ട് വേദം എഴുതിണ്ടാക്കുകയും സുമ്മ യഖൂലു ഗ്രന്ഥങ്ങൾ എഴുതിണ്ടാക്കുകയും സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ല, എന്നിട്ട് ഇത് പടച്ചോന്റേതാണെന്ന് പറയുകയും ലിയസ്തറൂ ബിഹി സമനം ഖലീല, തുച്ഛമായ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം കൈകൊണ്ട് ഓരോന്ന് എഴുതിണ്ടാക്കുകയും എന്നിട്ട് ഇത് അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ടതാണെന്ന് പറയുകയും ചെയ്യുക. ഫവൈലുല്ലഹും മിമ്മാ കതബത് ഐദീഹിം, അവരുടെ കൈകൊണ്ട് എഴുതിയത് അവർക്ക് നാശം. ഫവൈലുല്ലഹും മിമ്മാ യക്സിബൂൻ, അവർ സമ്പാദിച്ചത് അവർക്ക് നാശം. ഇത് ജൂതന്മാരെ കുറിച്ച് പറഞ്ഞതാണ്. അവർ സ്വന്തമായിട്ട് അള്ളാഹുവിന്റെ വചനങ്ങളാണെന്ന് പറഞ്ഞ് എഴുതിണ്ടാക്കിയും അതുപോലെ തന്നെ ദീനിൽ പുണ്യകർമ്മമാണെന്ന് പറഞ്ഞ് ആരെഴുതിണ്ടാക്കിയാലും അവർക്കൊക്കെ ബാധകമാണ്. അതുകൊണ്ടാണ് ഖുർആനിലെ ആയത്ത് അള്ളാഹു ആശ്വസിപ്പിച്ചത്. പിന്നെ ഞാൻ പറയാം, പിന്നെ ഖുർആൻ അർക്കത്തും പുള്ളിയും നൽകി. റസൂലുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തന്നെ ഓതി. അത് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഇസ്ലാം പ്രചരിപ്പിച്ചപ്പോ ആളുകളൊക്കെ ഖിറാഅത്തിൽ തെറ്റിക്കാൻ തുടങ്ങിയപ്പോ ഹർക്കത്തും പുള്ളിയിട്ട് അവൻ റസൂലുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയത് അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചോട്ടിലും ഫത്തുവും കസറും ഒന്നോട്ട് അവിടെയും അള്ളാന്റെ ദീനിൽ ഒരു സുന്നത്തും എന്താവുന്നില്ല, പുതുതായി. നേരെ റസൂലുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാ ഓതി, നമ്മൾ തിരുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആക്കിയാണെങ്കിൽ ഓക്കെ, അവിടെ മാറ്റം വരുത്തി എന്ന് പറയാം. അവിടെ ദീനിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. ദീനിൽ ഒരു മാറ്റവും വരുത്താതെ നിനക്ക് ഭൗതികമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ ദീനിലൊരു സുന്നത്ത് ഉണ്ടാക്കലല്ല. ദീനിലൊരു ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഖുർആൻ ക്ലാസ് നടത്തി. അർക്കമിന്റെ വീട്ടിൽ ഖുർആൻ ക്ലാസ് നടത്തി. നമ്മൾ ഏതെങ്കിലും ഒരു ഹാളിൽ നടത്തുന്നു, അതിന് ടെറസ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. ദീനിലൊരു കാര്യം പുതുതായി വന്നില്ല. അവിടെ റസൂലുള്ള ചെയ്ത കാര്യം നമ്മൾ മാതൃകയാക്കി ചെയ്യുന്നു. റസൂലുള്ള ഒരു ഹജ്ജ് ചെയ്തു, നിങ്ങൾക്ക് എത്രയും ഹജ്ജിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ താബിയും അല്ല ഹജ്ജവല്ലും നിങ്ങൾ ഹജ്ജും ഉംറയും ഇഷ്ടം പോലെ നിങ്ങളെ കൊണ്ട് കഴിയുമ്പോൾ ചെയ്തോളൂ എന്ന് പറയുകയും ചെയ്തു. ഒരു ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ല അതൊക്കെ ഞാൻ ഈ പുൽക്കൊടിയാണ്, ഞാൻ പറഞ്ഞില്ല ഈ പുൽക്കൊടിയാണ്, അത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള പുൽക്കൊടികളാണ്. അപ്പൊ ഞാൻ പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഖുത്ബയും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഖുത്ബ മലയാളത്തിലാക്കിയില്ലേ എന്നതാണ് വിഷയം. അപ്പൊ ഖുത്ബ ഈ ഇബാദത്തുകള് പിന്നെ 2 തരത്തിലുള്ള ഇബാദത്തുകൾ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്
എന്തിനാണ് ചെയ്യുന്നത്, അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ഇബാദത്ത്. അതിന് മഅഖൂലുൽ മഅനവി എന്നാ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്തിന് റസൂലുള്ളാഹി അങ്ങനെ ചെയ്തു എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഇബാദത്ത്. മറ്റൊന്ന് തഅബ്ബുദിയായ ഇബാദത്ത്, നമുക്ക് യാതൊരു മാറ്റവും വരുത്താൻ ഒരു അവകാശമില്ലാത്ത ഇബാദത്ത്. അപ്പം തഅബ്ബുദിയായ ഇബാദത്ത്, നിസ്കരിക്കുമ്പോൾ കുറെ കുത്തനെ നിൽക്കുന്നു, കുറെ കുനിഞ്ഞു നിൽക്കുന്നു, കുറെ കുമ്പിട്ട് കിടക്കുന്നു, പിന്നെ അത്തഹിയ്യാത്തിൽ ഇങ്ങനെ ആക്കുന്നു. എന്തിനാ അത്? നമുക്കറിയില്ല. റസൂലുള്ളാഹി അങ്ങനെ പഠിപ്പിച്ചു, അങ്ങനെ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഓരോ സമയത്തുള്ള പ്രാർത്ഥനകൾ കൃത്യമായിട്ട് അങ്ങനെ തന്നെ അത്തഹിയാത്തും അല്ലാഹുമ്മ ബാഇദ് ബൈനിയും വജ്ജഹത്തും ഒക്കെ റസൂലുള്ളാഹി അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു, അങ്ങനെ തന്നെ ചെയ്യാം. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആശയം ഇന്ന ഉദ്ദേശ ലക്ഷ്യം എന്ന് പഠിപ്പിച്ച ഇബാദത്തുണ്ട്. ഉദാഹരണത്തിന് റസൂലുള്ളാഹി ഫിത്ർ സക്കാത്ത് കൊടുത്തു. സക്കാത്തിൽ ഫിത്ർ സക്കാത്ത് കൊടുത്തപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു തുഹറത്തല്ലി സ്വാഇമി വ തുഅമത്തല്ലിൽ മസാക്കീൻ. അത് സാധുക്കൾക്ക് ഭക്ഷണമാണ്, നോമ്പുകാരന് വിശുദ്ധിയാണ്. അപ്പൊ സാധുക്കൾക്ക് ഓരോ നാട്ടിലുള്ള ഭക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നാട്ടിലെ മുഖ്യ ഭക്ഷ്യാഹാരമായ ഈത്തപ്പഴവും ബാർലിയുമാണ് റസൂലുള്ളാഹി സക്കാത്ത് കൊടുത്ത് ഫിത്ർ സക്കാത്ത് കൊടുത്ത്. അപ്പം റസൂലുള്ളാഹി അതിന്റെ ഉദ്ദേശം പറഞ്ഞു, ജനങ്ങൾക്ക് ഭക്ഷണമാവാൻ വേണ്ടിയാണ്, നോമ്പുകാരന്റെ വിശുദ്ധി. അപ്പൊ നമ്മുടെ നാട്ടിൽ ഈത്തപ്പഴമില്ല, ബാർലിയില്ല, അതുകൊണ്ട് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് അവർ പറയും. ആ റസൂലുള്ളാഹിന്റെ ഉദ്ദേശം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന ലക്ഷ്യം ഇന്നതാണ്, സാധുക്കൾക്ക്. അപ്പൊ നമ്മളെ നാട്ടിലെ മുഖ്യ ഭക്ഷ്യ അരി കൊടുക്കുന്നു. അപ്പൊ ഈ ഇബാദത്ത് രണ്ട് രൂപത്തിലുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഖുത്ബന്റെ കാര്യം. ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരൊക്കെ അറബിയിലെ ഖുത്ബ പറഞ്ഞവരല്ല. ഈസാ നബി അലൈഹി സ്വലാമും മൂസാ നബി അലൈഹി സ്വലാമും ഹീബ്രു ഭാഷയിലും സുറിയാനി ഭാഷയിലൊക്കെ നിസ്കരിച്ചവരും ഖുത്ബ പറഞ്ഞവരും ക്ലാസ് എടുത്തവരും ഉത്ബോധനം നടത്തിയവരാണ്. ലോകത്തുള്ള അത് ഖുർആൻ പറഞ്ഞതാ. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി. ഒരു ജനതയെയും ആ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ അതാത് ഭാഷയിലാണ് നിയോഗിച്ചത്, എല്ലാ പ്രവാചകന്മാരും. അതുകൊണ്ട് സുറിയാനി ഭാഷയെ ഖുത്ബ പറഞ്ഞ ഈസാ നബിന്റെതും ഹീബ്രു ഭാഷയിലെ ഖുത്ബ പറഞ്ഞ മൂസാ നബിന്റെതും ശരിയാതാവില്ലല്ലോ. ആ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുത്ബയുടെ ഈ ഫിത്ർ സക്കാത്തിന്റെ ലക്ഷ്യം പറഞ്ഞു തന്നതുപോലെ തന്നെ ഖുത്ബയുടെ ലക്ഷ്യവും പറഞ്ഞു തന്നു. ഖുത്ബയുടെ ലക്ഷ്യം റസൂലുള്ളാഹി പറയാ, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുക, കാന ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുത്ബത്താനി. റസൂലുള്ളാഹിക്ക് രണ്ട് ഖുത്ബ ഉണ്ടായിരുന്നു. യജ്ലിസു ബൈനഹുമാ, ആ രണ്ട് ഖുത്ബകൾക്കിടയിൽ റസൂലുള്ളാഹി ഇരിക്കുമായിരുന്നു. വയഖറഉൽ ഖുർആൻ, റസൂലുള്ളാഹി ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. വയുദക്കിറുൻ നാസ, ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമായിരുന്നു. ആ ഉത്ബോധനാണ് ഇവർക്ക് നടക്കാത്തത്. അവിടെ ഭാഷമപ്പ് കടുപ്പെടുത്തം പിടിച്ചുകൊണ്ട്. കാരണം ലോകത്ത് കഴിഞ്ഞ എല്ലാ അമ്പിയാക്കന്മാരും അതാത് സമൂഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ചവരാണ്. ഖുർആൻ പറഞ്ഞെന്നാ, നമ്മൾ പറഞ്ഞല്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ഖുത്ബന്റെ ലക്ഷ്യം എന്താണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരടക്കം നമ്മള് ഖുർആനും ഈ പറഞ്ഞ രൂപത്തില് ഹദീസും മഹാന്മാരെ ഇമാമിയങ്ങളുടെ ഉദ്ധരണിയും നമ്മൾ പറയുന്നുണ്ട്. കാരണം ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരടക്കം പറഞ്ഞു ഈ സദസ്സിലുള്ള ഭൂരിപക്ഷത്തിന് മനസ്സിലാവുന്ന ഭാഷയിലാണ് ഖുത്ബ പറയേണ്ടത് എന്ന് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരെ വരെ പറഞ്ഞിട്ടുണ്ട്. അല്ലുമ്മൽ വരെ, അല്ലുമ്മ ഇമാം ഷാഫിയുടെ കിതാബ. എന്നാ ഇവര് പിന്നെ ഈ പറയുന്ന ആളുകള് ഖുർആനിലില്ല ഹദീദ് ഗ്രന്ഥങ്ങൾ. ഇപ്പൊ നമുക്കറിയാം ഹദീദ് ഗ്രന്ഥങ്ങളിലൊക്കെ കിതാബുൽ ഈദൈനി എന്ന് പറഞ്ഞൊരു അധ്യായം ഉണ്ട്. എല്ലാ ഹദീദ് ഗ്രന്ഥങ്ങളിലും 2 പെരുന്നാളുകളെ കുറിച്ച് പറയുന്ന അധ്യായം. എന്നിട്ട് ആ പെരുന്നാളുകൾ സുന്നത്തുകളെ കുറിച്ചൊക്കെ ഹദീദ് ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എല്ലാ ഹദീദ് ഗ്രന്ഥങ്ങളിലും ഏതെങ്കിലും ഒരു ഹദീദ് ഗ്രന്ഥത്തില് കിതാബ് മൗലിദ് നബി എന്ന് പറഞ്ഞ അധ്യായം ഇല്ല. അതുപോലെ തന്നെ ഈ 4 ഇമാമികൾ ഉണ്ടല്ലോ, ഇവർ പറയും ഷാഫി മദ്ഹബാണല്ല. ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിലടക്കം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങളിലടക്കം എല്ലാ ഫിഖ് ഗ്രന്ഥങ്ങളും 4 ഇമാമിങ്ങളുടെ ഫിഖ് ഗ്രന്ഥത്തിലും കിതാബുൽ ഈദൈൻ ഉണ്ട്. എല്ലാ ഫിഖ് ഗ്രന്ഥങ്ങളിലും കിതാബുൽ ഈദൈൻ, 2 പെരുന്നാൾ നിസ്കാരത്തിന്റെ അധ്യായം ഒരു ഫിഖ് ഗ്രന്ഥത്തിലും. ഇതൊക്കെ വളരെ ഉത്തരവാദിത്തത്തോടെയാണ് പറയുന്നത്. നിങ്ങൾ ആരോട് വേണം നിങ്ങൾക്ക് ചോദിക്കുകയും നിങ്ങൾക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. ഒരു ഫിഖ് 4 ഇമാമിങ്ങളുടെ ഒരു ഫിഖ് ഗ്രന്ഥത്തിലും കിതാബ് മൗലിദുൻ നബി എന്നൊരു അധ്യായമല്ല. എന്തുകൊണ്ടാണ്? അത് നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്നതാണ്. അതുകൊണ്ടാണ് അത് സമൂഹത്തിന് അപകടകരമാണ്, നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്നതാണ് എന്നതുകൊണ്ട് അത്തരം എത്ര വലിയ നന്മകളായി നമുക്ക് തോന്നിയാലും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചെടുത്ത് നമ്മൾ നിൽക്കുക. അത് മാത്രമാണ് നമ്മുടെ പരലോക വിജയത്തിനുള്ള മാർഗമായിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായി അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥ ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച യഥാർത്ഥ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ആളുകളുടെ പെരുപ്പം നമ്മളെ വഞ്ചിതരാക്കാതിരിക്കുക. അത് ഇമാം നവവി തങ്ങളുടെ ഗ്രന്ഥത്തിൽ ഒരുപാട് തവണ ആവർത്തിച്ച് സത്യത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണെന്നുള്ളത് നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് ഇമാം നവവിയുടെ കിതാബിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞു. അതുകൊണ്ട് നമ്മളും ഈ പറഞ്ഞ സത്യത്തിന്റെ ആളുകൾ വളരെ കുറവാണ്. ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിലും മൗലിദ്
നബിദിനത്തിൽ ലീവ് ഉണ്ട്, നബിദിനം അംഗീകരിച്ചിട്ടുണ്ട്, എല്ലാ രാഷ്ട്രങ്ങളിലും മൗലിദ് ഓതുന്നുണ്ട്, അറബികൾ ഓതുന്നുണ്ട്, ഒക്കെ ഓതിക്കോട്ടെ. ഖുറാനിലില്ലേ, ഹദീസിലില്ലേ, സഹാബത്തിന്റെ മാർഗത്തിലില്ലേ, ഉത്തമ നൂറ്റാണ്ടുകാർ ചെയ്തിട്ടില്ലേ, നമുക്കത് വേണ്ടാന്ന് തീരുമാനിക്കുക. അവിടെയാണ് നമ്മുടെ ഇഹലോകത്തിലുള്ള വിജയവും പരലോകത്തുള്ള വിജയവും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദീനിനെ യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ ദീൻ പിന്തുടർന്നുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ വിജയികളിൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, എല്ലാം കേട്ട് മനസ്സിലാക്കിയ ഏറ്റവും ശരിയായ റസൂലും സഹാബത്തും പഠിപ്പിച്ച സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ച് നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണ റഹ്മാനെ. ആ മാർഗം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണ റഹ്മാനെ. ഏറ്റവും ശരിയായ സത്യത്തിൽ ഞങ്ങൾ ഏവരെയും നീ എത്തിക്കണ റഹ്മാനെ. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മാതാപിതാക്കളിലും എല്ലാം നീ റഹ്മത്തും ബർക്കത്തും ചൊരിയുകയും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങൾ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന റബ്ബെ. അള്ളാഹു, ഞങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും നീ റഹ്മത്തും ബർക്കത്തും ചൊരിയണ റബ്ബെ. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.